പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉടമ്പടിയുടെ നിയോഗങ്ങളായ നമ്മൾ വെച്ചിരിക്കുന്ന ഭൗതിക ആവശ്യങ്ങളെക്കാൾ വലുത് ദൈവമായിട്ടുള്ള വ്യക്തിബന്ധം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആത്മീയ ആവശ്യങ്ങളാണ് ഇതിൻ്റെ കാതലെന്ന് പറയുന്നത്. അതനുസരിച്ചാണ് നമ്മൾ ഇത് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഉടമ്പടിക്ക് ലഭിക്കുന്നതിനേക്കാൾ വലിയ സാക്ഷ്യങ്ങൾ പറയാൻ അച്ഛൻ മുമ്പ് പറഞ്ഞ പോലെ ഇത് നിത്യത വരെ നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധമാണ്. ഇത് നിങ്ങളുടെ നാട് കൊണ്ട് അവസാനിക്കണില്ല. നിങ്ങളിവിടെ എല്ലാ തരത്തിലുള്ള മനുഷ്യരുണ്ട്. ചിലരെ കുഴിച്ചിടും, മരിച്ചു കഴിയുമ്പോൾ ചിലരെ കത്തിച്ച് കളയും. എന്തായാലും ആ കുഴിക്കും കത്തിക്കലിനും അപ്പുറത്തേക്കാണ് ഉടമ്പടി നിങ്ങളെ കൊണ്ടുപോകുന്നത്, ദൈവത്തിന്റെ നിത്യത വരെ. ശ്രദ്ധിക്കട്ടെ. ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടനടി പരിഹാരമേകും. ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായിത്തീരും. അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായിത്തീരും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ദൈവമേ, ഈ ഉടമ്പടിയിലൂടെ അങ്ങയുമായി ആത്മബന്ധത്തിലെ ആഴപ്പെടാനുള്ള പ്രത്യേക വിവേചന അധികാര വെളിപാട് ശക്തി എനിക്ക് നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത്രയും നേരം അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്ന മുഴുവനും ആത്മബന്ധത്തിലെ ദൈവവുമായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രേക്ഷിത പ്രവർത്തനങ്ങളും അത് ദൈവത്തോട് വ്യക്തിപരമായ ബന്ധങ്ങളെ ആഴപ്പെടാൻ വേണ്ടി ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് കണ്ടുകൊണ്ട് വേണം ആ വിഷയങ്ങളെല്ലാം ചെയ്യേണ്ടത്. ഉടമ്പടിക്കാലം വരെ എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും ഒപ്പിച്ച് ഒരു ഫങ്ഷണറി ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഉടമ്പടി സ്ലോ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ഉടമ്പടി കാലത്ത് ഉടമ്പടിയുടെ ചില നിബന്ധനകളെ ഭംഗന്തരേണം നിറവേറ്റിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു താത്വികമായിട്ടും സാങ്കേതികമായിട്ടൊക്കെ ഉടമ്പടി ചെയ്യാൻ പറ്റും. പക്ഷെ അപ്പോഴും സ്ലോ ആയിപ്പോവും. പലരുടെ ഉടമ്പടിക്ക് അനുഗ്രഹം ഇങ്ങനെ സ്ലോ ആകേണ്ട കാര്യമില്ലേ? ഈ ഉടമ്പടി തരണ കാലത്ത് കർത്താവ് പറഞ്ഞ ഉടമ്പടി ഉടനടി അനുഭവം എന്നാണ് പറഞ്ഞത്. ബിഷപ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ എഴുതാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് മാറ്റിയത്. പിതാവിനെ അനുസരിച്ചുകൊണ്ട് മാറ്റിയതാണ്, അല്ലെങ്കിൽ മാറ്റേണ്ട കാര്യമില്ല എനിക്ക്.
പക്ഷെ ഉടമ്പടി ഇപ്പോഴും ഈശോ പറഞ്ഞത് എന്താണ്? കഴിഞ്ഞ ദിവസം അയ്യപ്പൻ എന്ന് പറഞ്ഞൊരു ആൾ സാക്ഷ്യം പറഞ്ഞു. അയ്യപ്പൻ, നിങ്ങൾ അയ്യപ്പൻ്റെ സാക്ഷ്യം കിടപ്പുണ്ട്. അയ്യപ്പൻ തൃശ്ശൂർക്കാരനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ മകൻ പെട്ടെന്ന് ഡിസ്ക് ബൾജായിട്ട് അരക്കെട്ടിന് താഴേക്ക് മൊത്തം മരവിച്ചു പോയി, ശരീരം മൊത്തം മരവിച്ചു പോയി. കുറേ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടും മരവിപ്പ് തന്നെ, കുറേ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് മരവിപ്പ് തന്നെ, മാറ്റമില്ല. മരവിക്കണമെന്ന് പറയുന്നത് വല്ലാത്ത മരവിപ്പാണ്. സൂചി കൊണ്ട് കുത്തിയാൽ പോലും തൊടയിൽ അറിയത്തില്ല. അപ്പോൾ എന്തൊരു മരവിപ്പായിരിക്കും അത്? നടക്കാൻ പറ്റത്തില്ല, കിടപ്പാണ്. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ മൂത്രം ഒഴിച്ചാൽ പോലും അറിയാതെ ചെയ്യും. അവസാനം മൂത്രം ഒഴിച്ചാൽ പോലും മൂത്രം പോയതായിട്ട് അറിയത്തില്ല. അങ്ങനെ അവസ്ഥയായി. അപ്പോൾ അദ്ദേഹത്തിനോട് പലരും പറഞ്ഞു, ഇത് ഈ ഡോക്ടേഴ്സ് കുറേ ചികിത്സ എല്ലാം കഴിഞ്ഞു, പല സ്ഥലത്തും പോയ ആശുപത്രി ഒന്നും പേരൊന്നും ഇവിടെ പറഞ്ഞ ആവശ്യമില്ലല്ലോ. അവർക്ക് പോകാൻ പറ്റുന്ന എല്ലാ സ്ഥലത്തും പോയി. പിന്നെ അവസാനം പറഞ്ഞ് ചിലർ പറയും രോഗമൊന്നും കാണുന്നില്ല, സൈക്കോളജിക്കൽ പ്രോബ്ലം ആണെന്ന് പറഞ്ഞ്. എന്നാൽ പിന്നെ സൈക്കാട്രിസ്റ്റ് അടുത്തും പോയി. എന്നിട്ട് മരവിപ്പിന് മാറ്റമൊന്നുമില്ല, എഴുന്നേക്കാൻ പറ്റണില്ല. അവസാനം ആരാണ്ട് ഒരു ടീച്ചറ്, അതൊരു മെൻറ്റർ, ആരാ പേര്? ജാസ്മിൻ എന്നും പറഞ്ഞൊരു ടീച്ചർ അവരുടെ വീട്ടിൽ ചെല്ലാം, ഉടമ്പടി തേന് കൊടുക്കാൻ വേണ്ടി. അത് കൊടുക്കാൻ ചെന്നപ്പോൾ അവർക്ക് സംശയം തോന്നി, പറയണോ ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ച് പറയണോ? പറഞ്ഞാൽ ഇവർക്ക് എന്ത് തോന്നുമായിരിക്കും, അവരത് ആക്ഷേപിച്ച് കളയുക. അപ്പം അത് സങ്കടമാണ്. മാതാവിനെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർക്ക് പറയുന്നവർക്ക് സങ്കടം വരത്തില്ലേ? പറയണോ? പറയണ. പക്ഷെ ജാസ്മിൻ ഇവർ തീർന്നെന്ന് കണ്ടപ്പോൾ, ഇനി ഒരു മാർഗമില്ലെന്ന് കണ്ടപ്പോൾ ജാസ്മിൻ പറഞ്ഞ് കൃപാസനം മാതാവിൻ്റെ അടുത്ത് പോയാൽ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ്. ഉടനെ അയ്യപ്പൻ കുഞ്ഞിനെയും കൊണ്ടിവിടെ വന്ന്, വീൽ ചെയറിലാണ് വന്നത്, ഉടമ്പടി എടുത്തു, ആൾത്താരെല്ലാം വന്ന് പ്രാർത്ഥിച്ചു, മാതാവിനെയും കണ്ട്. അപ്പോൾ ഒരു കൊല്ലമായിട്ട് അനക്കമില്ലാത്ത പയ്യനാണ്. ചേർത്തല ചെന്നപ്പോൾ അവൻ പറഞ്ഞ് വണ്ടി നിർത്തിക്ക്, എനിക്കൊന്ന് ഇറങ്ങി നിൽക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ അവൻ ഇറങ്ങി നിന്ന് രണ്ട് ചെവിട് നടന്ന്, എന്നിട്ട് പിന്നെ തളർന്നപ്പോൾ പിന്നെയും കയറിയ ആൾ വീട്ടിൽ ചെന്ന്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആദ്യവാരം മാതാവ് സ്വപ്നത്തിൽ വെച്ചാൽ പറഞ്ഞ് ഫെബ്രുവരി 26 കംപ്ലീറ്റ് സുഖമാവെന്ന് പറഞ്ഞവനോട്. 28 ഫെബ്രുവരി 28 കംപ്ലീറ്റ് സുഖമാവെന്ന് പറഞ്ഞ്. അമ്മ പറഞ്ഞ അതേ സമയത്ത് 28 അവൻ നടക്കാൻ തുടങ്ങിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് കൃപാസന അനുഭവം എന്ന് പറയണത്. അപ്പം നമ്മളൊന്ന് മനസ്സ് വെച്ച ഒരു സെക്കൻഡ് മതി ഈ വിഷയം. നിങ്ങളെ സാക്ഷ്യം നോക്കണം. ആ സാക്ഷ്യം കിടപ്പുണ്ട്, അയ്യപ്പൻ്റെ സാക്ഷ്യമാണ് ഈ ആഴ്ചത്തെ നല്ല വലിയ സാക്ഷ്യങ്ങളൊന്നും അതാണ്. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവനും മരവിച്ച് തീർന്നു, ഇനി ഇവിടെ കിടന്ന് മരിച്ചു പോകത്തുള്ളെന്ന് വിചാരിച്ചാലും അമ്മ വന്നൊന്ന് തൊട്ടാൽ അതോട് ജീവൻ തിരിച്ചു കിട്ടും. അപ്പോൾ ഇതാണ് ഉടമ്പടി എന്ന് പറയണത്. അപ്പോഴും നിങ്ങൾക്ക് അത്രയും വ്യക്തമായ കാര്യമാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അടയാളം കാണട്ടെ. അയ്യപ്പൻ്റെ മോന് കാണിച്ചല്ല, അല്ലപ്പൻ്റെ മോന് കാണിച്ചല്ല, എനിക്ക് കാണിക്കട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ നടക്കത്തില്ല സംഭവം. അപ്പം നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ദൈവവുമായിട്ട് ആത്മബന്ധം ഉണ്ടാക്കാൻ നോക്കണം. അപ്പം ദൈവത്തിന് തോന്നണം ദൈവത്തിൻ്റെ മകളാണ്, ദൈവത്തിൻ്റെ മകനാണ്. ഉടമ്പടിക്കാലം കഴിഞ്ഞാലും നീ വിശുദ്ധിയോടെയും ദൈവത്തിന് വേണ്ടി ജീവിക്കുമെന്ന് ദൈവത്തിന് തോന്നിയാൽ ഉടമ്പടി ടൈം ഷോർട്ടായി വരും. അടയാളം കാണാത്തപ്പോഴും മഹത്വപ്പെടുത്തി ജീവിതത്തിൽ മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. ഒരുമിച്ച് പാടുക. ജീവനെ സ്വന്തമേ
അതായത് ഉടമ്പടി നമ്മൾ സാക്ഷികൾക്ക് മനസ്സിലാവും, ഉടമ്പടി വിത്തിൻ നോ ടൈമായി വർക്കൗട്ട് ചെയ്യണത്. അതിന് മാറ്റമൊന്നുമില്ല. സമയമെന്ന് പറഞ്ഞാൽ സമയത്ത് സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ദൈവമാണ്. അതുതന്നെ അതിൻ്റെ വിധാതാവും ദൈവം തന്നെയാണ്. അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമായി തീരുമ്പോൾ ബാക്കിയുള്ളതെല്ലാം ക്രമീകരിക്കപ്പെടുമെന്ന് പറഞ്ഞതിൻ്റെ കാരണം, ഇപ്പോൾ ഉദാഹരണത്തിന് സങ്കീർത്തനം എടുത്ത് 31:15-16 എടുക്കുക. സങ്കീർത്തനം 31:15-16. സങ്കീർത്തനം 31:15-16. എന്റെ ഭാഗധേയം അങ്ങയുടെ കൈകളിലാണ്, ശത്രുക്കളുടെയും പീഡകരുടെയും കൈകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. എന്ന് പറഞ്ഞ് എന്റെ ഭാഗധേയം അങ്ങയുടെ കൈകളിലാണ്. മനസ്സിലായില്ലേ? നമ്മുടെ നിയോഗം എവിടെയാണ് കിടക്കുന്നത്? ഭാഗധേയത്തിൽ ഇവിടെ എന്താണ്? നമ്മുടെ ഷെയർ, നമ്മുടെ അവകാശം, നമ്മുടെ നിയോഗം, നമ്മുടെ അതായത് 31:15 സങ്കീർത്തനം എന്ന് പറഞ്ഞ എന്റെ ഭാഗധേയം അങ്ങയുടെ കരങ്ങളിലാണ്, നിന്റെ കരങ്ങളിലാണ്. ആറ് ഭാഗധേയമാണ് നമ്മൾ നോക്കുന്നത്. 6 ഭാഗധേയം, 6 നിയോഗം. അതെന്താണ്? 6 ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. അപ്പോൾ ദൈവം ടൈം ഷോട്ട് ചെയ്താൽ പെട്ടെന്ന് ടൈം ഷോട്ടാവും. കാര്യം എന്താണ്? സമയം. അത് ഇംഗ്ലീഷ് ബൈബിൾ ഭയങ്കര രസമാണ്. മൈ ടൈം ഈസ് ഇൻ യുവർ ഹാൻഡ്. ഭാഗധേയം എന്നല്ല കിടക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിൾ വായിച്ച് നോക്കാൻ മനസ്സിലാവും. മൈ ടൈം ഈസ് ഇൻ യുവർ ഹാൻഡ്. എൻ്റെ സമയം നിന്റെ കയ്യിലാണെന്ന്. കൈ അടിച്ച് ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈ മൈ ടൈം ഈസ് ഇൻ യുവർ ഹാൻഡ് എന്ന് പറഞ്ഞില്ലേ? എന്താണ്? എൻ്റെ സമയം, എൻ്റെ ജോലി കിട്ടുന്ന സമയം, എൻ്റെ വിവാഹ സമയം, മൈ ഡെസ്റ്റിനേഷൻ, എൻ്റെ ഭാഗധേയം, എനിക്ക് മക്കൾ ഉണ്ടാകുന്ന സമയം, അതാണ് നിൻ്റെ കയ്യിലാണെന്ന്. അതാണ് സങ്കീർത്തനം 32:31-15. അതായത് എനിക്ക് ജോലി കിട്ടുന്ന സമയം എവിടെയാണ്? നിൻ്റെ കൈകളിലാണ്. എൻ്റെ വിവാഹ സമയം നിൻ്റെ കൈകളിലാണ്, അല്ലേ? എൻ്റെ പരീക്ഷ വിജയത്തിൻ്റെ സമയം നിൻ്റെ കൈകളിലാണ്. അപ്പം എല്ലാം മൈ ടൈം ഈസ് ഇൻ യുവർ ഹാൻഡ്. സങ്കീർത്തനം 31:15. ഇനി ദൈവത്തിൻ്റെ കൈകളിലാണ് നമ്മുടെ ഭാഗധേയമെങ്കിൽ നമ്മുടെ ഓരോ നിയോഗങ്ങൾ നിവൃത്തിയാകുന്ന ടൈമെങ്കിൽ ഈ ടൈം ഷോർട്ട് ചെയ്യാനുള്ള മാർഗം എന്താണ്? ടൈം ഷോർട്ട് ചെയ്യാനുള്ള മാർഗം എന്താണ്? അത് ജ്ഞാനത്തിന് പുസ്തകം എടുത്ത് ജ്ഞാനം 14:13. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. 4:13. ജ്ഞാനം 4:13. ഹ്രസ്വകാലം കൊണ്ട് പറഞ്ഞേ. ഹ്രസ്വകാലം കൊണ്ട് ചുരുങ്ങിയ കാലം കൊണ്ട്, ഷോർട്ട് ടൈം കണ്ടാ. ഹ്രസ്വകാലം കൊണ്ട് പൂർണ്ണത കൈവരിച്ചതിനാൽ നീതിമാൻ ദീർഘകാലം പിന്നിട്ടു. ഒന്നുകൂടെ പറഞ്ഞേ. അത് ഒന്നുകൂടെ പറഞ്ഞേ. ഹ്രസ്വകാലം കൊണ്ട് പൂർണ്ണത കൈവരിച്ചതിനാൽ നീതിമാൻ ദീർഘകാലം പിന്നിട്ടു. അതെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദിവസങ്ങളിൽ വിജയകുമാർ സാറിൻ്റെ ടോക്ക് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. അദ്ദേഹത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട അനുഭവ സാക്ഷ്യങ്ങൾ അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ അത് നമ്മൾ ഒപ്പ് ചെയ്തിട്ടുണ്ട്. നോക്കണേ.
അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ വരുന്ന വിഷയം ആ വചനം ഒന്നിന് പറഞ്ഞ് ജ്ഞാനം 4:13 എന്താ പറയുക? 4:13 ആ, ഹ്രസ്വകാലം കൊണ്ട് പൂർണ്ണത പറഞ്ഞ കൈവരിച്ചതിനാൽ പറഞ്ഞ ഹ്രസ്വകാലം കൊണ്ട് ചുരുങ്ങിയ കാലം കൊണ്ട് പൂർണ്ണത കൈവരിച്ചതിനാൽ നീതിമാൻ ദീർഘകാലം പിന്നിട്ടു. അപ്പൊ ദീർഘകാലം കൊണ്ട് നേടേണ്ട കാര്യങ്ങളെ നമുക്ക് ഷോർട്ട് ടൈമിൽ നേടാൻ പറ്റും. ദീർഘകാലം കൊണ്ട് നേടേണ്ട കാര്യങ്ങളെ നമുക്ക് ഷോർട്ട് ടൈമിൽ നേടാൻ പറ്റും. എങ്ങനെ, എന്ത് ചെയ്യണം അതിനു വേണ്ടി? അത് ഹ്രസ്വകാലം കൊണ്ട് പൂർണ്ണത കൈവരിക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പോൾ ഉടമ്പടി ഹ്രസ്വകാലമാണ്, 90 ദിവസമേ ഉള്ളേ. ഈ 90 ദിവസത്തിനുള്ളിൽ പൂർണ്ണത കൈവരിക്കണം. അല്ല, പുതുക്കിയിട്ട് പത്രം കൊടുക്കാതെ ഇരിക്കരുത്. ചിലർ പറഞ്ഞില്ല, ഞാൻ സാക്ഷ്യം പറയാൻ വന്നിട്ടും പറയവേ സാക്ഷ്യമൊക്കെ കിട്ടി, കല്യാണമൊക്കെ നടന്ന് ഞാനേ പത്രം ഇപ്പോഴും കൊടുത്തിട്ടില്ല, രോഗികളെ ഇപ്പോഴും കണ്ടിട്ടില്ലെന്നൊക്കെ പറയും. അതായത് എന്നിട്ട് ഇവർ കെട്ടിയെടുത്ത് കാനഡയിലും അവിടെ യൂറോപ്പിലൊക്കെ ചെല്ലും എന്ന് പറയുമേ അവിടെ രോഗികളൊക്കെ കാണാൻ ഭയങ്കര പാടാണ്. ഞാൻ പറഞ്ഞ് ദൂരദർശനം കൊണ്ട് പോകും, കാണാൻ പറ്റും. വല്ല കഥ ഓരോ ഉടായ്മ പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് സാക്ഷ്യം പറയാൻ വേണ്ടി. ഈ ക്യാമറയുടെ കാലിന് പിടി തലക്കറി തല്ലണമെന്നാണ്. അതെന്നാ പരിപാടി വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെയ്യാത്ത കാര്യം ഇവിടെ പറയുകയാണ്. അതായത് ഈ സമയം വരെ ആ 90 ദിവസം കഴിഞ്ഞ് ദൈവം അനുഗ്രഹിച്ചു. ഇപ്പോഴും രോഗികളെ കണ്ടിട്ടില്ല അവർ, ഇപ്പോഴും പത്രം കൊടുത്തിട്ടില്ല അവർ. പക്ഷെ ബൈബിൾ എന്താ പറയണത്? ഹ്രസ്വകാലം കൊണ്ട് പൂർണ്ണത കൈവരിച്ചാൽ ദീർഘകാലം കൊണ്ട് ദൈവം ചെയ്യാനുള്ളത് ആ ഹ്രസ്വകാലത്ത് ദൈവം ചെയ്യും. അതാണ് ഉടമ്പടിയുടെ പ്രശ്നം. അത് വിജയകുമാർ സാർ എന്താ പറയാൻ കാര്യം എന്താ അറിയാമോ? വിജയകുമാർ സാർ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ എന്തോ ഒരു പരിപാടിക്ക് വന്നായിരുന്നു ഇവിടെ. ഒരു ദിവസം ഒരു പരിപാടിക്ക് ഒരു രാഷ്ട്രീയ പ്രോഗ്രാം ഉണ്ടായപ്പോൾ വിജയകുമാർ സാർ വന്ന് കഴിഞ്ഞപ്പോൾ പോകാൻ നേരത്തെ എന്നോട് പറഞ്ഞു, അച്ഛാ കാശെല്ലാം ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്, സർക്കാരിൻ്റെ കയ്യിലാണ്. പുള്ളിക്ക് പയറും അരിയൊക്കെ ഗവൺമെൻറ് പരിപാടിയാണ്, നല്ല കാശുണ്ട്, കോടികൾ കിട്ടാനുണ്ട്. പക്ഷേ ഇപ്പം ലോൺ എടുക്കേണ്ടി വരികയാണ്, അതിൻ്റെ പലിശ പോലും ഗവൺമെൻറ് തരത്തില്ല. ഞാൻ കോടതിയിൽ പോയിരിക്കണമെന്ന് പറഞ്ഞു, ഹൈക്കോടതി പോയിരിക്കുകയാണ് ഗവൺമെൻറ്റിനെതിരെ. പക്ഷേ അതിന് ഏത് കാലത്താണ് ഇനി ഗവൺമെൻറ് നോട്ടീസ് അയക്കണം. അപ്പോൾ ഗവൺമെൻറ് കാര്യം പറയും, പിന്നെ അത് 10 കൊല്ലം വേണമെങ്കിൽ നീണ്ടുപോകും. ആ സമയത്ത് പലിശ മാത്രം പോകും. അച്ഛനോട് ഡേറ്റ് പറയാൻ പറയും. അതാ പ്രശ്നം. എന്നുവെച്ചാൽ മാതാവ് അച്ഛനിലൂടെ എനിക്കൊരു ഡേറ്റ് പറയണം. അതാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. മാതാവ് അച്ഛനിലൂടെ ഒരു ഡേറ്റ് പറയണം. അപ്പം ഞാനത് ശ്രദ്ധിച്ചില്ല. ഒരു ഭാഗ്യ പരീക്ഷണമായതുകൊണ്ട് ഞാൻ വേറെ പല സീരിയസ് സബ്ജക്റ്റുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പോകാൻ നേരത്ത് പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നത്. പക്ഷേ പിന്നെ പുള്ളി പുറത്ത് പോയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതിന് തിരിച്ച് എന്നോട് ചോദിച്ചപ്പോൾ അച്ഛാ ഒരു ഡേറ്റ് പറയുന്നത് പറയും. ഒരു ഡേറ്റ് പറയാം അച്ഛാ പറയുന്നത്. എന്തിനാണ്? കോടതിയിൽ നിന്ന് സർക്കാരിൽ നിന്ന് കാശ് കിട്ടാനുള്ള ഒരു ഡേറ്റ് കോടതിയുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ പറയും. അപ്പോൾ ഞാൻ പറയും ഏപ്രിൽ എന്ന് പറയും. കാര്യം പുള്ളി പറയാതെ പോകത്തില്ല. ഏപ്രിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയുടെ മുഖത്ത് നോക്കും, ഞാൻ ഏപ്രിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പണി വെക്കരുത് കേട്ടെന്ന് പറയും. അത് ദൈവമായിട്ടുള്ള പേഴ്സണൽ ബന്ധമാണ്, നമുക്ക് ദർശനത്തെ കണ്ടിട്ട് പറയണതല്ല. ഞാൻ ഏപ്രിൽ എന്ന് പറയും. ഏപ്രിൽ എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ മുഖത്ത് നോക്കും. ഞാൻ മാതാവിനെ അവിടെ എൻ്റെ മുറി വെച്ചിട്ടുണ്ട്. പറഞ്ഞു അമ്മേ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. പക്ഷെ എന്താ പ്രശ്നം? ഇത് ഓണർ ചെയ്യേണ്ട ചുമതല ആർക്കാണ്? അമ്മയ്ക്കാണ് ചുമതല. നമുക്കൊന്നും അമ്മ വെറുതെ പറയാതെ ഈ മനുഷ്യൻ പോകത്തില്ല, പറയാതിരിക്കാൻ പറ്റത്തില്ല. അത് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ എന്നോട് പറയാം. പിന്നെ പുള്ളിക്കാരൻ പറയും അച്ഛാ അങ്ങനെ പറഞ്ഞ ഡേറ്റ് പറയാൻ പറയും. ഞാൻ പറയും 14 എന്ന് പറയും. ഡേറ്റ് ഇട്ട് കൊടുക്കുകയാണ്. പിറ്റേ ദിവസം അത് ഏപ്രിൽ പറഞ്ഞ മാർച്ച് 13-ാം തീയതി നടന്ന സംഭവമാണ്. മാർച്ച് 14-ാം തീയതി എന്നെ വിളിച്ച് പറഞ്ഞ് അച്ഛാ അമ്മ കോടതി വന്നിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞ്. എന്താ പറഞ്ഞിരിക്കണത്? ഒരു നോട്ടീസ് പോലും സർക്കാരിന് ഇഷ്യൂ ചെയ്യാതെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഓർഡർ ഇട്ടിരിക്കുകയാണ്. 60 ദിവസം, 14 തൊട്ട് 60 ദിവസത്തിനുള്ളിൽ കാശ് കൊടുത്തു തീർക്കാൻ വേണ്ടി. 30 മീൻസ്
ആ 14 തന്നെ പറഞ്ഞ ഡേറ്റ് തന്നെ ഹോണർ ചെയ്തിരിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 14 പറഞ്ഞിട്ട് അമ്മയുടെ മുഖത്ത് നോക്കിയില്ലേ, അമ്മയെ കണ്ടാണ് പറഞ്ഞിരിക്കണം, അല്ലാതെ ഞാൻ വേറെ ദർശനം കണ്ട് പറഞ്ഞതല്ല, അമ്മയെ ആശ്രയിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. അതായത് ബന്ധമെന്ന് പറയുന്നത് അതാണ്. നിങ്ങൾ ഉടമ്പടിയിലോട്ട് പോകുമ്പോൾ ഇത്തരം ഒരു ബന്ധം ദൈവമായിട്ട് ഉണ്ടാക്കണം. അല്ലാതെ ഓരോ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഓടി വന്ന് തിരികെത്തിച്ച് പിന്നെ ഉദിക്കെടുത്തി പിന്നെ തോന്നിയവാസം പോലെ നടന്ന് പിന്നെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഓടി മാതാവിൻ്റെ അടുത്ത് വരുമ്പോൾ മാതാവ് മോസസിന് കൊണ്ട് ദൈവം പറഞ്ഞ പോലെ എനിക്ക് നിന്നെ അറിയാമെന്ന് പറയും. എനിക്ക് നിന്നെ അറിയാവുന്ന ദൈവം പറഞ്ഞോട്ടൊരു കുഴപ്പമില്ല. പക്ഷേ മോസസിനോടെ കുറിച്ച് പറഞ്ഞ പോലെ പോസിറ്റീവായിട്ട് പറയണം, നെഗറ്റീവായിട്ട് പറയാൻ പറ്റരുത്. ദൈവം അതും പറയും. അതാ വിഷയം. നമ്മളെക്കുറിച്ച് ഉടമ്പടിയുടെ കാലം കഴിയുമ്പോൾ ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു അസസ്മെൻ്റ് ഉണ്ടാകണം. എന്താണ്? എനിക്ക് നിന്നെ അറിയാം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, മോസസിനോട് നീ പറഞ്ഞതുപോലെ എന്നെ കുറിച്ച് നീ പറയാൻ അത്രയും ആത്മാർത്ഥമായ ആഴമായ ഒരു ബന്ധം ദൈവമേ ഈ പാവപ്പെട്ടവളുമായി പാവപ്പെട്ടവനുമായി അങ്ങ് സ്ഥാപിക്കണമേ. അതിന് ഉടമ്പടിയെ അങ്ങ് ക്രമീകരിക്കണമേ. ഉടമ്പടിയുടെ പ്രയോക്തായി ജീവിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. എല്ലാവരും എഴുന്നേൽക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് 15-126-56 ഒറ്റ നമ്പറല്ല, 3 നമ്പറാണ്. 15 ഒരു നമ്പർ, 126 നമ്പർ, 56 വേറെ നമ്പർ. ഈ നമ്പറിന് പ്രാധാന്യമുള്ള വിഷയങ്ങളോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് ദൈവികമായ അനുഗ്രഹത്തിൻ്റെ സൂചനകളാണ്. അത് വെച്ച് അവർ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവിക സന്ദേശത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ഉള്ളിൽ സന്തോഷിക്കണം. കാര്യം ഇന്നത്തെ ധ്യാനത്തെ കേട്ടതുപോലെ ദൈവം സമീപസ്ഥനാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം എപ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സമീപസ്ഥനാകണത് എന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട്. ഹൃദയം തകർന്നവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ്. Take the word of God. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈവീശിക്കൊണ്ട് യേശുവേ
സങ്കീർത്തനങ്ങൾ 145:18. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് അവിടുന്ന് 34 എടുത്തേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 34-ാം സങ്കീർത്തനം 18-ാം തിരുവചനം. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട, ഇതാണ് കാലാവസ്ഥ. കർത്താവ് അടുത്ത് വരുന്ന കാലാവസ്ഥയാണ്. എന്താണ്? ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനം തകർന്നവർക്ക് അവിടുന്നാണ് രക്ഷകൻ. സങ്കീർത്തനം 34:18 വചനമാണ്. അതായത് നമ്മൾക്ക് എപ്പോഴാണ് ഹൃദയം നുറങ്ങിയത്, എപ്പോഴാണ് ജീവിതം തകർന്നിരിക്കുന്നത്, അപ്പോഴാണ് ദൈവം നമുക്ക് അടുത്തനുഭവിക്കാൻ പറ്റുന്ന കാലാവസ്ഥയാണത്. അത് മനസ്സിലാക്കിയിട്ട് നിരാശപ്പെടാതെ പ്രാർത്ഥനയിലും സൽപ്രവർത്തികളിലും നമ്മുടെ വിശ്വാസത്തെ സാധൂകരിച്ചുകൊണ്ട് മുന്നേറണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷമായിട്ട് സ്വന്തം തലയിൽ കൈവെക്കുക. കർത്താവാണ് നിൻ്റെ തലയിൽ കൈവച്ചിരിക്കണം നീ ബോധ്യപ്പെടുക. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഞാൻ ഏറെ സന്തോഷത്തോടു കൂടി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളെ കർത്താവ് സ്പർശിക്കുന്ന സമയമാണ്. ഓൺലൈനിലുള്ളവരെ ഈ ധ്യാനം ഏത് കാലത്ത് കേട്ടാലും അപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ശിരസിൽ കൈവച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചെല്ലുകയോ കർത്താവിനെ സ്തുതിക്കുകയോ ചെയ്യട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ഓരോ മകന് വേണ്ടി മകൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കണമേ. എല്ലാ ഭൂഖണ്ഡങ്ങളിലുമുള്ള മക്കൾ ആരെല്ലാം എപ്പോഴെല്ലാം എവിടെയെല്ലാം ഈ സമയം ഈ ധ്യാനം കൂടുന്നുവോ അവിടെ എല്ലാം കർത്താവേ അമ്മേ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഉച്ച മുതൽ ഉള്ളംകാലം വരെ ഓരോ അവയവങ്ങളിലും കർത്താവ്, ഓരോ കോശങ്ങളിലും പേശികളിലും അസ്ഥികളിലും ഞടിഞ്ഞെരുമ്പുകളിലും ധമനികളിലും ബിന്ദുക്കളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ഓരോ ധമനികളിലും ഓരോ പേശികളിലും ഓരോ കോശങ്ങളിലും ധമനികളിലും അസ്ഥിക്കുഴികളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ക്യാൻസർ രോഗങ്ങൾ, മാരക രോഗങ്ങൾ, തിരവേദികൾ യേശുവിന്റെ നാമത്തില് യേശുവിന്റെ നാമത്തില് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ നാമം ഈ ആരാധനയുടെ മഹത്വപ്പെടുത്തണമേ. സാക്ഷികളാക്കി ഉയർത്തണമേ. കൈകൾ തന്നെ എടുത്ത് രണ്ട് കൈകളും വയറിൽ വെക്കുക. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഉദര സംബന്ധമായ രോഗങ്ങൾ ഉള്ള നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ അറിവിൽപ്പെട്ട ആരെങ്കിലും ഉദരത്തിൽ ക്യാൻസർ, മക്കളില്ലാത്തവര്, പാങ്ക്രിയാസ് രോഗങ്ങൾ, കുടൽ രോഗങ്ങൾ, പഴുപ്പ് രോഗങ്ങൾ, നടുവെല്ലിൻ്റെ രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, കരൾ രോഗങ്ങൾ,
PCOD രോഗങ്ങൾ, പിസ്റ്റുല രോഗങ്ങൾ, അർസസ് രോഗങ്ങൾ, അൾസർ രോഗങ്ങൾ, രക്തംപൊക്കിൻ്റെ രോഗങ്ങൾ, മൊത്തം അറിയാതെ പോകുന്ന രോഗങ്ങൾ, എല്ലാ രോഗങ്ങളും സുഖപ്പെടാൻ വേണ്ടി ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവേ, കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുന്ന കർത്താവേ, കർത്താവിൻ്റെ സഭയിലെ സാന്നിധ്യം പ്രകടമാക്കുന്ന കർത്താവെ, 38 വർഷമായി അർപ്പിച്ച കൃപായോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ മാരകരോഗങ്ങൾ, തീരവേദികൾ, കിഡ്നി രോഗികൾ, നടുവേ രോഗങ്ങൾ, അസ്ഥി രോഗങ്ങൾ, ഉദര രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. അദ്ദേഹം 2 കൈ നെഞ്ചത്ത് വെക്കുക. ശ്വാസകോശ രോഗങ്ങൾ, ആസ്മ രോഗങ്ങൾ, ഹൃദയത്തിൻ്റെ അസുഖങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, ടോൺസിൽ രോഗങ്ങൾ, പതിരയിലുണ്ടാകുന്ന രോഗങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ മാറിപ്പോകാൻ വേണ്ടി ഈശോ നാമത്തിൽ സ്തുതിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്ത് കർത്താവേ, കർത്താവെ നിന്റെ തിരുമുറി പാർന്ന വലുതുകരം കർത്താവ് നെഞ്ചിൽ വെക്കണ പ്രാർത്ഥന കർത്താവേ. ബ്രസ്റ്റ് ക്യാൻസറുകൾ കർത്താവേ, നെഞ്ചിൻ്റെ മറ്റ് രോഗങ്ങൾ കർത്താവേ, നെഞ്ചിന് ശ്വാസമെടുക്കാൻ പറ്റാത്ത അവസ്ഥ കർത്താവേ, ന്യൂമോണിയ, ടൈഫോയിഡ് രോഗങ്ങൾ കർത്താവേ, സ്പോണ്ടിലോസിസ് രോഗങ്ങൾ കർത്താവേ, പിൻകഴുത്തിൻ്റെ രോഗങ്ങൾ കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ പതിര് രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. എൻ്റെ മക്കളെ നെറ്റിയിൽ കൈവെക്കുക. 2 കൈകളും ചേർന്ന് നെറ്റി വെക്കുക. നിങ്ങളുടെ രോഗം മാത്രമല്ല, നിങ്ങൾ വീട്ടിലുള്ളവർ, അയൽവാസികൾ, നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി പോലും അവർക്ക് രോഗങ്ങളുണ്ടെങ്കിൽ സുഖപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവഭവനത്തിലെ കാവൽക്കാരെ മാറാൻ വേണ്ടി ദൈവത്തിൻ്റെ നിശ്ചയം പോലെ ഉടമ്പടിയിലൂടെ നീ ആത്മബന്ധം ഉണ്ടാക്കാൻ പോകുന്ന സമയമാണിത്. ശത്രുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിൻ്റെ നെറ്റിയിൽ ശിരസ് കൈവച്ചുകൊണ്ട് എല്ലാവരുടെയും തലച്ചോറിന് വേദനയുള്ളവരുണ്ട്, ബ്രെയിൻ ക്യാൻസർ ഉള്ളവരുണ്ട്, തലച്ചോറിൽ വെള്ളം കെട്ടി നിൽക്കുന്നവരുണ്ട്, മൂക്കിന് കർത്താവെ വളഞ്ഞിരിക്കുന്നവരുണ്ട്, കണ്ണിന് കാഴ്ചക്കുറവില്ലാത്തവരുണ്ട്, ചെവിക്ക് കേൾവിയില്ലാത്തവരുണ്ട്, സംസാരിക്കാൻ പറ്റാത്തവരുണ്ട്, സംസാരിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ തൊണ്ടകളിൽ കർത്താവ് സ്പർശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തുതിക്കണമേ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥതയിൽ എല്ലാ മാരക രോഗങ്ങൾ, ശിരസ് സംബന്ധമായ മുഴുവൻ രോഗങ്ങൾ, ഉച്ചമുതൽ ഉള്ളംകാൽ വരെയുള്ള എല്ലാ അസ്ഥി രോഗങ്ങൾ, പേശി രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, ന്യൂറോ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട. മുട്ടന്തിക്കുക. എൻ്റെ മക്കളെ, നമ്മളിപ്പോൾ മുട്ടന്തിക്കുന്നത് അച്ഛൻ വിട്ടുപോയ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ ജോലി, വീട്, വിവാഹം, സ്ഥലം, വഴി, പ്രൊമോഷൻ, പരീക്ഷ, റിസൾട്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം പരീക്ഷയിലാണ് കേട്ടോ. അപ്പം എല്ലാ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ. SLCക്കാരുണ്ട്, +2 ഉണ്ട്, +1 ഉണ്ട്,
ഡിഗ്രിക്കാരുണ്ട്, പ്രൊഫഷണൽ പരീക്ഷക്കാരുണ്ട്, ജപ്തി നടപടി നേരിടാൻ പോകുന്നവരുണ്ട്, ലേലം നിശ്ചയിച്ചു പോയിട്ടുള്ളവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, ജയിലിലായപ്പെട്ടവരുണ്ട്, കേസായിപ്പോയവരുണ്ട്, വ്യത്യസ്തങ്ങളായ സങ്കടങ്ങളിൽ കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവരുണ്ട്, ഭാര്യ ഭർത്താക്കന്മാർ അകന്ന് ജീവിക്കുന്നവരുണ്ട്, ഒരുമിച്ച് കഴിയാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, വഴക്ക് മാറാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, കോടതി കേസുകൾ അനുകൂലമായി വിധിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വതന്ത്രം കർത്താവേ. ഏതെല്ലാം മക്കൾ ഭൗതികമായ ജീവിത സാഹചര്യങ്ങളിൽ തടസ്സം അനുഭവിക്കുന്നുണ്ടോ അവിടെ എല്ലാം യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളം 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യത കൃപാ സ്ഥലത്താറെ ജീവനുടെ പ്രത്യക്ഷമാതാവിന്റെ മധ്യസ്ഥത്തിൽ ജീവിത ദുരിതങ്ങൾ തടസ്സങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ ഈ നിമിഷം മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. പ്രാർത്ഥനാപൂർവ്വം ഇരുന്ന് മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മുട്ടനിക്കുക. സമാപന ആശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന വിഷയങ്ങൾ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവസ്നേഹ നിലപാടുകളിലൂടെ ദൈവപിതാവ് എനിക്ക് നിന്നെ നന്നായി അറിയാം, നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു എന്ന് പറയത്തക്ക വിധം ഞങ്ങളുടെ ദൈവസ്നേഹം വർദ്ധിപ്പിക്കണമേ. ഉടമ്പടിയോട് കൂടുതൽ വിശ്വസ്തയോടെ പാലിച്ച് നിബന്ധനകൾ പാലിച്ച് മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യ